ഇന്ന് മഹാഭാരതത്തിൽ നിന്നുള്ള ഒരു കഥയാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. പണ്ട് മഹാഭാരത യുദ്ധം നടക്കുന്ന സമയത്ത് കുരുക്ഷേത്രയിലെ യുദ്ധഭൂമി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പാണ്ഡവരുടെയും കൗരവരുടെയും ഭാഗത്തുള്ള സൈന്യങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ സ്ഥലം വേണം. അവരുടെ വലിയ സൈന്യങ്ങൾക്ക് പരസ്പരം കടന്നു പോകണം, ആയുധങ്ങൾ കൊണ്ടുവരണം. അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് സ്ഥലം വേണ്ടിയിരുന്നു. ആനകളെയൊക്കെ ഉപയോഗിച്ചിട്ട് വലിയ മരങ്ങളൊക്കെ പിഴുതു മാറ്റി ഈ യുദ്ധത്തിനുള്ള ഭൂമി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിഴുതെറിയുന്ന ഈ മരങ്ങളിലൊന്നിൽ ഒരു അമ്മക്കുരുവിയും അവളുടെ 4 കുഞ്ഞുങ്ങളും കൂടുകെട്ടിയിരുന്നു. മരം താഴെ വീണതോടെ അമ്മക്കുരുവി പറന്ന് മുകളിലേക്ക് പോയെങ്കിലും കുഞ്ഞുങ്ങൾക്ക് പറക്കാൻ പറ്റിയില്ല. കുഞ്ഞുങ്ങൾ തെറിച്ച് ദൂരെ വീണു. അവ എവിടെ കിടന്ന് കരയാൻ തുടങ്ങി. അമ്മക്കിളിക്ക് ഇവ എടുത്തുകൊണ്ട് പറക്കാനുള്ള ആരോഗ്യവുമില്ല. എന്ത് ചെയ്യണം എന്നറിയാതെ ഈ കിളി ചുറ്റും നോക്കി. അപ്പോൾ ഈ സമയത്ത് ഈ യുദ്ധഭൂമിയിലെ പ്രവർത്തനങ്ങളൊക്കെ നിരീക്ഷിക്കാനായിട്ട് അർജുനനൊപ്പം കൃഷ്ണൻ അവിടെ എത്തിയിരുന്നു. തൻ്റെ കുഞ്ഞു ചിറകുകൾ പരമാവധി ശക്തിയിൽ വീശി ഈ അമ്മക്കിളി കൃഷ്ണൻ്റെ അടുത്ത് ചെന്നു. എന്നിട്ട് പറഞ്ഞു, കൃഷ്ണ, ദയവായി എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് രക്ഷിക്കണേ. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നിൻ്റെ അഭ്യർത്ഥന എനിക്ക് കേൾക്കാം, പക്ഷെ എന്ത് ചെയ്യാനാണ്? വിധി നിശ്ചയിച്ചത് എന്താണോ അതേ നടക്കൂ. അത് എനിക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ കിളി പറഞ്ഞു, കൃഷ്ണ, അങ്ങ് എൻ്റെ രക്ഷകനാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ അങ്ങേ ഏൽപ്പിക്കുകയാണ്. അങ്ങ് അവരെ കൊല്ലുകയോ രക്ഷപ്പെടുത്തുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ. ഇനിയെല്ലാം ഞാൻ അങ്ങയുടെ കൈകളിൽ ഏൽപ്പിക്കുകയാണ്. അപ്പോഴും കൃഷ്ണൻ പറഞ്ഞു, കാലചക്രം തിരിയുന്നത് ഒരു വിവേചനവുമില്ലാതെയാണ്. ഭഗവാന് ആരോടും ഒരു വിവേചനവുമില്ല. നടക്കേണ്ടതൊക്കെ കൃത്യസമയത്ത് നടക്കും. അതിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴും കിളി പറഞ്ഞു, അങ്ങയുടെ തത്വചിന്തയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഒന്നേ അറിയാവൂ, ഞാനൊരു അമ്മയാണ്. എൻ്റെ മക്കൾ കഷ്ടപ്പെടുന്നതും മരിക്കുന്നതും എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. പക്ഷേ എനിക്കിപ്പോൾ അവരെ രക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങയെ ആശ്രയം പ്രാപിക്കുന്നത്. എന്ത് ചെയ്തും അങ്ങ് എൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണം. ഞാൻ അവരെ അങ്ങയുടെ പാദങ്ങളിൽ അർപ്പിക്കുകയാണ്. കുരുവി വളരെ ഭക്തിയോടെ കൃഷ്ണൻ്റെ കാൽക്കൽ വീണു. ഭഗവാനെ, എനിക്ക് അങ്ങല്ലാതെ മറ്റൊരു ആശ്രയമില്ല. അങ്ങനെ രക്ഷിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോഴും കൃഷ്ണൻ പറഞ്ഞു, കുരുവി, എനിക്കൊന്നും ചെയ്യാനാവില്ല. എന്താണോ ഭൂമിയിൽ നടക്കേണ്ടത് അത് മാത്രമേ നടക്കൂ. അത് നല്ലതായാലും ചീത്തയായാലും നാം അത് സഹിച്ചേ പറ്റൂ. കരഞ്ഞുകൊണ്ട് കിളി പറന്നകന്നു. ഇതൊന്നും അർജുനൻ അറിഞ്ഞിരുന്നില്ല. യുദ്ധഭൂമിയിലെ പ്രവർത്തനങ്ങളൊക്കെ നിരീക്ഷിച്ചതിന് ശേഷം കൃഷ്ണനും അർജുനനും തിരിച്ചു പോവുകയും ചെയ്തു. 2-3 ദിവസം കഴിഞ്ഞതോടെ മഹാഭാരത യുദ്ധത്തിൻ്റെ തുടക്കമായി. യുദ്ധഭൂമിയിലേക്ക് ഭടന്മാരും ആയുധങ്ങളും ആന, കുതിര തുടങ്ങിയ മൃഗങ്ങളും എത്തിത്തുടങ്ങി. അപ്പോഴും കൃഷ്ണനും അർജുനനും അവിടെ എത്തിയിരുന്നു. അവർ സന്നാഹങ്ങൾ ഒന്നുകൂടി വിലയിരുത്താൻ വന്നതാണ്. ആ സമയത്ത് കൃഷ്ണൻ അർജുനനോട് ഒരു അമ്പും വില്ലും ആവശ്യപ്പെട്ടു. അർജുനൻ അത്ഭുതപ്പെട്ടുപോയി. ആയുധം എടുക്കുകയില്ല എന്ന് ശപഥം ചെയ്തിട്ടുള്ളതാണ് കൃഷ്ണൻ. മാത്രമല്ല, കൃഷ്ണനേക്കാൾ നല്ല പോരാളിയാണ് താൻ എന്ന ഒരു അഹങ്കാരവും അർജുനനുണ്ടായിരുന്നു. അതുകൊണ്ട് അർജുനൻ ചോദിച്ചു, എന്തിനാ കൃഷ്ണ അങ്ങയ്ക്കൊരു വില്ല്? അങ്ങ് യുദ്ധം ചെയ്യുകയില്ല എന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ. അതുകൊണ്ട് എന്താണ് വേണ്ടതെന്ന് എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തു തരാം. എനിക്ക് ഭേദിക്കാനാവാത്ത ഒരു ലക്ഷ്യവുമില്ല. എന്നാൽ അത് ശ്രദ്ധിക്കാതെ കൃഷ്ണൻ അർജുനൻ്റെ കയ്യിൽ നിന്ന് അമ്പ് വാങ്ങിയിട്ട് ഒരു ആനയ്ക്ക് നേരെ എയ്തു. എന്നാൽ ആ അമ്പ് ആനയുടെ ദേഹത്ത് കൊണ്ടില്ല. അതിന് പകരം അതിൻ്റെ കഴുത്തിൽ കെട്ടിയൊരു മണിയിലാണ് ചെന്ന് കൊണ്ടത്. ആ മണി പൊട്ടി താഴെ വീഴുകയും ചെയ്തു. കൃഷ്ണൻ്റെ ഉന്നം പിഴച്ചത് കണ്ട് അർജുനൻ ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, ഞാൻ ആ ആനയെ അമ്പ് ചെയ്ത് വീഴ്ത്തണോ? അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, വേണ്ട. കൃഷ്ണൻ അമ്പും വില്ലും ഉടൻ തന്നെ അർജുനനെ തിരികെ ഏൽപ്പിച്ചു. അർജുനൻ ചോദിച്ചു, അങ്ങ് എന്തിനാണ് ആ ആനയെ അമ്പ് ചെയ്തത്? അത് അങ്ങയോട് എന്ത് ചെയ്തു? അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അത് എന്നോടൊന്നും ചെയ്തില്ല. പക്ഷേ അത് മരങ്ങൾ വലിച്ചിടുമ്പോൾ ഒരു കിളിക്കൂടുള്ള മരം കൂടി വലിച്ചിട്ടിരുന്നു. ആ കിളിക്കൂട് താഴെ വീണു. അതുകൊണ്ടാണ് ഞാൻ ആ ആനയ്ക്കൊരു ചെറിയ ശിക്ഷ കൊടുത്തത്. അപ്പോൾ അർജുനൻ ചോദിച്ചു, അതിനെന്താ? ആന എത്രയോ മരങ്ങൾ വലിച്ചിട്ട് കാണും. അപ്പോഴൊക്കെ കിളിക്കൂടുകൾ വീണ് കാണില്ലേ? എത്രയോ കിളികൾ ചത്ത് കാണും. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അതിനെന്താ? ആനയ്ക്കൊന്നും പറ്റിയില്ലല്ലോ. അതിൻ്റെ മണി പൊട്ടി താഴെ വീണതല്ലേ ഉള്ളൂ. അതുകൊണ്ട് നാം ഇനി അതിനെപ്പറ്റി ആലോചിച്ച് സമയം കളയണ്ട. അങ്ങനെ യുദ്ധം തുടങ്ങി. തുടർന്നുള്ള 18 ദിവസങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. അവസാനം പാണ്ഡവർ യുദ്ധത്തിൽ വിജയിച്ചു. യുദ്ധം കഴിഞ്ഞതിന് ശേഷം കൃഷ്ണൻ വീണ്ടും അർജുനനെയും കൂട്ടി ആ യുദ്ധക്കളത്തിലൂടെ യാത്ര ചെയ്തു. അവിടെ നിരവധി മൃതശരീരങ്ങൾ ചിതറിക്കിടന്നിരുന്നു. ആ യുദ്ധഭൂമിയിലൂടെ നടന്നൊരു സ്ഥലത്തെത്തിയപ്പോൾ കൃഷ്ണൻ നിന്നു. അവിടെ നിലത്ത് ഒരു വലിയ മണി കിടക്കുന്നുണ്ടായിരുന്നു. കൃഷ്ണൻ ആ മണിയിലേക്ക് നോക്കി.
എന്നിട്ട് പറഞ്ഞു, അർജുന, ആ മണി ഒന്നെടുത്ത് നീക്കി വെക്കാമോ? അർജുനൻ വിചാരിച്ചു, ഈ യുദ്ധഭൂമിയിൽ ഈ മണിയല്ലാതെ മറ്റെന്തെല്ലാം കിടക്കുന്നു നീക്കിയിടാനും വൃത്തിയാക്കാനും. മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുന്നു. പൊട്ടിവീണ അമ്പും വില്ലും തേരും ചത്തുവീണ മൃഗങ്ങളും ഒക്കെയുണ്ട്. എന്നിട്ടും ഒരു മണി നീക്കിയിടാൻ എന്തിനായി കൃഷ്ണൻ പറയുന്നത്? എന്തായാലും അദ്ദേഹം പറഞ്ഞതല്ലേ എന്ന് കരുതി അർജുനൻ ആ മണി പൊക്കിയെടുത്ത് മാറ്റിവെച്ചു. അത് സാമാന്യം വലിയ ഭാരമുള്ളൊരു മണിയായിരുന്നു. അർജുനൻ ആ മണി ഉയർത്തിയതും അതിനടിയിൽ നിന്ന് 4 കുരുവിക്കുഞ്ഞുങ്ങൾ ഒരു അമ്മക്കുരുവിയോടൊപ്പം പറന്ന് മുകളിലേക്ക് ഉയർന്നു. അമ്മക്കുരുവി സന്തോഷത്തോടെ കൃഷ്ണന് ചുറ്റും ചിലച്ചുകൊണ്ട് പറന്ന് നടന്നു. കുറച്ച് ദിവസം മുമ്പ് കൃഷ്ണൻ അമ്പെയ്ത് വീഴ്ത്തിയ ആ മണി ആ കുരുവി കുടുംബത്തിൻ്റെ മുകളിൽ വീണ് അവയെ യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ കിളിക്കുഞ്ഞുങ്ങൾക്ക് പറക്കാം. എന്നോട് ക്ഷമിച്ചാലും ഭഗവാനെ, അങ്ങ് സാധാരണ മനുഷ്യരുടെ വേഷത്തിൽ ഒരു സാധാരണ തേരാളിയെപ്പോലെ എൻ്റെ കൂടെ വന്നപ്പോൾ അങ്ങ് യഥാർത്ഥത്തിൽ ആരാണെന്ന് താൽക്കാലികമായി ഞാൻ മറന്നുപോയി. എന്താണ് ശരിക്കും നടന്നതെന്ന് അപ്പോൾ മാത്രം മനസ്സിലായ അർജുനൻ കൃഷ്ണനോട് മാപ്പ് ചോദിച്ചു. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.